ഗൈസ് ഹാപ്പി ബോക്സിന്റെ പുതിയൊരുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് പുതിയൊരുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്നാ, നമ്മൾ ട്രിപ്പ് പോകണേ ഗൈസ്. അതെ, ഞങ്ങൾ ട്രിപ്പ് പോവാം. ഞങ്ങൾ നാടും വിടുക. ഞങ്ങൾ നേരെ ഇടുക്കിക്കാണ് പോകുന്നത്, ഇടുക്കി ഒരു റിസോർട്ടിലേക്ക്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. 3 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിശദമായിട്ട് എന്നൊക്കെ കാര്യങ്ങളെന്നൊക്കെ പറയാം. നമ്മളിവിടെ നിന്ന് ബസ്സിനാണ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ തൊടുപുഴയിൽ നിന്ന് നേരെ ഇടുക്കിക്ക്. അപ്പോൾ തൊടുപുഴയിൽ നിന്നും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ട്രിപ്പ്, ഒരു പരിപാടിയാണ്. അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ വിശദമാക്കി പറയാം. അപ്പോൾ നമുക്ക് നേരെ വാ വീട്ടിലേക്ക് കിടക്കാം. അറിയാമല്ലോ, നിനക്കെന്നെ അറിയാമല്ലേ? എനിക്ക് ഒന്നും പറയാനില്ല, ട്രിപ്പ് അടിപൊളിയാക്കണം. അതെ, ട്രിപ്പ് അടിപൊളിയാക്കണം. അപ്പോൾ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഗൈസ്. 5 മിനിറ്റിനുള്ളിൽ ബസ് വരും. അപ്പോൾ ബസ്സൊക്കെ കയറിയിട്ട് കാണാം. തൊടുപുഴ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ്. അത് ഗൈസ്, ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തി ഗൈസ്. ഇനി തൊടുപുഴയ്ക്കുള്ള തൊടുപുഴയും പോട്ടെ, ഇങ്ങോട്ടെ ഇടുക്കിക്കുള്ള വണ്ടി കയറാം ഗൈസ്. ഇടുക്കിക്കുള്ള വണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ, നിൽക്കുകയാണ് ഗൈസ്. എല്ലാവരും വന്നു തുടങ്ങി. നമുക്ക് നാണാണ് ഗൈസ് നെട്ടറോട്ടിൽ നിന്ന് വ്ളോഗ് എടുക്കാൻ ഏതാക്കൂ. അപ്പോൾ ഗൈസ് വണ്ടി കയറിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീട്ടിൽ നിന്ന് വന്ന വണ്ടി വീഡിയോ എടുത്തില്ല, കോപ്പറേറ്റ് ഇട്ട് നിറച്ചും പാട്ടായിരുന്നു അല്ലേ. അത് ഗൈസ്, അപ്പോൾ വണ്ടി വരട്ടെ. അങ്ങനെ ഞങ്ങൾ KSRTC കയറി അല്ലേ. അതെ ഗൈസ്, ഇന്ന് പൊളിക്കും. KSRTCയിലാണ് നമ്മൾ. അതെ, KSRTCയിലാണ് കട്ടപ്പനയ്ക്ക് വേണം. നാരേക്കാനം വഴി കുളമാവ് വഴി എങ്ങോട്ടാ? ഇടുക്കിക്ക് ഗൈസ്. കട്ടപ്പന ഇടുക്കി എന്ന് തോന്നുന്നു. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യം എന്നൊക്കെ പറയാം. 3 ദിവസത്തെ പരിപാടിയാണ്. കൃത്യം സ്പോട്ട് നാരേക്കാനാണ്. നാരേക്കാനം ലവ് ഹിൽസ് റിസോർട്ട്. അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. വണ്ടി എടുക്കുകയാണ് ഗൈസ്. വണ്ടി എടുക്കുകയാണ് ഗൈസ്. ടിക്കറ്റാ എത്ര അങ്ങോട്ട്? ഞങ്ങൾ ടിക്കറ്റിൻ്റെ വല്ലണ്ട് ഞെട്ടി ഗൈസ് അല്ലേ. ഒരാൾക്ക് 102 രൂപ ഗൈസ്. അതെ ഗൈസ്, ഒരാൾക്ക് 102 രൂപ അവിടം വരെ പോകാൻ കാണിച്ചു തരാം. 102 രൂപ ഗൈസ് ഒരാൾക്ക്. കട്ടപ്പന വേണം. അതായത് തരാൻ എന്തെങ്കിലും പറയാം. കിട്ടുന്നില്ല, വണ്ടി എടുത്ത് ഗൈസ് ഞങ്ങൾ പോട്ടെ. അടിപൊളി കാഴ്ചകളായിരിക്കും ഇനി കാണുന്നത്. ഓക്കെ, സീ യു ലേറ്റർ. ഹലോ ഗൈസ്, നമ്മൾ ബസ്സിൽ കയറി ബസ് എടുത്ത് ടൗണെത്തി. അതെ ഗൈസ്, നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമ്മൾ കട്ടപ്പന ചെല്ലും. 67 കിലോമീറ്റർ അല്ലേ. 67 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ നാരായണത്ത്. ഗൈസ്, ഇത് നമ്മൾ പോണ വഴിക്കുള്ള ചെറിയ ഡാമാണ് ഗൈസ്. റിസർവ് ഗൈസ് കഴിഞ്ഞപ്പോൾ ഒരു ഗൈസ് എടുത്തനുസരിച്ച് നമ്മളെല്ലാവരും അക്ഷമന എടുക്കാതെ അടിപൊളി കാഴ്ചകളല്ലേ നോക്കുക ഗൈസ്. ഒന്നും പറയാനില്ല, അടിപൊളി സ്ഥലമൊക്കെയാണ് ഇത് കാണുക. നമ്മളവിടെ എത്തി. ഡാം, കുളമാവ് ഡാം. അതെ, ഇപ്പോൾ എത്തും ഗൈസ്, ഇപ്പോൾ എത്തും. നോക്കൂ ഗൈസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. നമ്മളങ്ങനെ എവിടെ എത്തി? ചെറുതോണി. അതെ ഗൈസ്, നമ്മൾ ചെറുതോണി എത്തി. ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വണ്ടി പോകുള്ളൂ. ഇതുവരെ ഞങ്ങൾ ബിങ്കോ തിന്നുന്നു ഗൈസ്. വിശന്നിട്ടാണെങ്കിൽ ഛർദ്ദിക്കാണ്ട് വേണ്ട അല്ലേ. വിശന്നിട്ടാണെങ്കിൽ അടുത്ത വിശന്നിട്ട് ഇത്രങ്ങാണ്ട് മണിക്കൂർ ഇരുന്നു.
ഓക്കെ കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. സുഹൃത്തുക്കളെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടെയാ? ലവ് ഹിൽ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അതെ, ലവ് ഹിൽസിൽ നമ്മുടെ കൂട്ടുകാരന്മാരാണ് അവന്മാർ. ഹായ് ഇടാ, ഹായ് ഇട്. ഹായ് ഇടുക കണ്ടോ. നമ്മൾ ഇവിടെ എത്തിയത് വാട്ട് എ വ്യൂ ബൈ അല്ലേ. നമ്മൾ അടിച്ചു വിളിക്കും. നമ്മളിവിടെ വന്നിരിക്കുന്ന കാര്യം പിന്നെ പറയാം അല്ലേ. റൂമൊക്കെ അടിപൊളിയാണ്. അത് അടിപൊളി റൂമൊക്കെയാണ്. നമ്മൾ എല്ലാവരും എവിടെ കിടക്കണമെന്ന് അറിയത്തില്ല. സെറ്റപ്പ് റൂമാണ് അല്ലേ. അങ്ങനെ റൂമൊക്കെ എങ്ങനെയുണ്ട്? അതെ, റൂമൊക്കെ അടിപൊളിയാണ് ഗൈസ്. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോവാം ഗൈസ്. പൊറോട്ട മുട്ടക്കറി വേട്ടോ. ഓ എൻ്റെ പോലെ കൈകണ്ടെ എടുത്തിട്ടാ പൊറോട്ട. ചെറിയ കാണിക്കണേ. ഒരു ചാരം കുളിക്കുക. പൊറോട്ട മുട്ടക്കറി ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. പൊറോട്ടയും മുട്ടയാണ്. അതെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. പൊറോട്ടയും മുട്ടക്കറി. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ ബാലസംഘത്തിൻ്റെ പരിപാടിയാണ് അല്ലേ. അപ്പോൾ അതെ, എന്നെ അതുകൊണ്ട് തന്നെ ബീറ്റ് ബോക്സ് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് കഴിച്ചില്ല. ഫുഡൊക്കെ എങ്ങനെയുണ്ട്? റിസോർട്ട് എങ്ങനെയുണ്ട്? അതെ, കുഴപ്പമില്ല ഗൈസ്, ഞങ്ങൾ കഴിക്കട്ടെ. ഗൈസ് ഇതിനുള്ളിൽ ഫോൺ അലോഡ് അല്ല. അപ്പോൾ പെട്ടെന്ന് സംസാരിച്ച് നിർത്താൻ. ഇപ്പോൾ ഇവിടെ പരിപാടി ചെയ്യുമ്പോൾ റൂമിൽ ചെന്നിട്ടാണ്. എന്നേക്കുള്ള സാമ്പാർ, അച്ചാറ്, പപ്പടം. ഹലോ ഗൈസ്, നമ്മുടെ തിരക്കൊക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത്. നമ്മളിവിടെ സ്വിമ്മിംഗ് പൂളിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്. അതെ ഗൈസ്, ഭയങ്കര ക്ലാസ്സൊക്കെ ആയിരുന്നു. അവിടെ ഫോൺ ഉപയോഗിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ഒരു ഇത് എവിടെ ഇതിന് വരണ എന്നടാ, ഈ സ്ഥലത്തിന് പറയണല്ലായിരുന്നു. ഇരിക്കുന്ന സ്ഥലം അത്രേ ഉള്ളൂ. ഇരിക്കുന്ന സ്ഥലമുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, മേളിലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. കാണിച്ചു തരാം. അതിന് മുമ്പ് അവിടെ ഒരു അടിപൊളി വ്യൂ ഉണ്ട് ബാൽക്കണിയിൽ. അത് കാണിച്ചു തരാം. മാണിക്കത്തെ കണ്ടു. ബാട്ടെ ബ്യൂട്ടിഫുൾ. അടിപൊളിയാണ് ഗൈസ്. അടിപൊളി. ഗൈസ് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഗൈസ് ഇത് റിസോർട്ട്. ആദ്യം റിസോർട്ടിൻ്റെ പേര് പറഞ്ഞാൽ ആദ്യം ലവ് ഹിൽസ്. അതെ, ലവ് ഹിൽസ്. നല്ല കാറ്റാണ് ഗൈസ്. നല്ല കാറ്റാണ്, നല്ല അടിപൊളി കാറ്റാണ്. സ്വിമ്മിംഗ് പൂൾ കാണിച്ചു തരാം. സ്വിമ്മിംഗ് പൂൾ ഗൈസ്. എല്ലാവരും ഞങ്ങളെ നോക്കുക. ഞങ്ങളിതിൽ വ്ലോഗ് എടുത്ത് ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾക്ക് നാണായിട്ടും വയ്യ. നമ്മളതൊന്നും കാര്യമാക്കണ്ട. ഉമ്മാർക്ക് അയച്ചു കൊടുക്കുക. ഇങ്ങനെയല്ല കിടക്കണേ. ഞാനടുത്ത് ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പൊന്ന് പറ. ഒന്നും പറയാനില്ല. സ്വിമ്മിംഗ് പൂളൊക്കെ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ പരിപാടിക്ക് ശേഷം ഞങ്ങൾ റൂമിലെത്തി. അടിപൊളി പരിപാടിയായിരുന്നു ഗൈസ്. പിന്നെ അടിപൊളി റൂം. ഇപ്പോൾ ബാലസഭയുടെ ഒരു പരിപാടിയാണ്. 3 ദിവസത്തെ. ഇന്ന് 1ാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ വന്നിട്ട് അവിടെയൊക്കെ കുറേ വർക്കും ഇതൊക്കെയായിരുന്നു. പിന്നെ അവിടെ ഫോൺ അലൗഡ് ഇല്ല. അതാണ് പിന്നെ ഒത്തിരി വീഡിയോ എടുക്കാൻ പറ്റാത്ത. മടുത്തിട്ടാണെങ്കിൽ ഉറക്കൊക്കെ ആണെങ്കിൽ വന്നത്. റൂമെന്ന് പറഞ്ഞാൽ അടിപൊളി റൂമാണ്. ഒന്നും പറയില്ല. കാണിച്ചു തരാം ഒന്ന്. എങ്ങനെയുണ്ടാ ഗൈസ്? ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഗൈസ്. ഞങ്ങളുടെ റൂം 102ആണ്. ഞങ്ങൾ 103 കയറി. ഞങ്ങൾ ബാഗെല്ലാം ഊരി ഫോണൊക്കെ കുത്തിയിട്ട് ഞങ്ങളവിടെ ഇരിക്കുക. അപ്പോൾ ഒന്നും കൂടെ സംശയം തോന്നി. ഞങ്ങളൊന്ന് പോയി ചെയ്ത് നോക്കിയപ്പോൾ ചോദിച്ചു. ആ ചേച്ചിമാരോട് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ റൂം നമ്പർ എത്രയായിരുന്നു? 102. അതെ, 102ആണ് ഗൈസ്. അപ്പോൾ മടുത്തു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറിച്ച് പറയാനുള്ളത് അടിപൊളിയായിരുന്നു. ബോറടിപ്പിക്കലൊന്നും ഇല്ലായിരുന്നു. നല്ല രസമാണ് ക്ലാസ് ഒക്കെ കേട്ടിരിക്കുന്നത്. അതെ ഗൈസ്, റൂം മറ്റേ റൂമിനേക്കാളും ഇച്ചിരി വ്യത്യാസമുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഫ്രിഡ്ജുണ്ട്, ഒരു ഇതുണ്ട്, കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ബാത്റൂം കാണിച്ചില്ല. ഒരു യമണ്ടൻ ബാത്റൂമാണ് ഗൈസ്. ലൈറ്റ് ഉണ്ടോ? ലൈറ്റ് ഉണ്ട് ഗൈസ്. ഒരു ഘടിയനൊരു ബാത്റൂം. അടിപൊളിയാണ് ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹാപ്പി ബോക്സ് സൈനിങ് ഓഫ്.